എവിടെ എന്റെ അനിരുദ്ധൻ? എവിടെ എന്റെ പെങ്ങള? പറയടാ. നിന്റെ പിടിവാശിക്ക് ഒരു മാറ്റവുമില്ല അല്ലടി? കാമം, ദാനം, ഭേദം, ദണ്ണം എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് സംഹാരമാണ്. വാ, നിനക്ക് ഞാൻ ആ വഴി കാണിച്ചു തരാം. വാ. വാ. എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. എന്റെ രഹസ്യങ്ങളെല്ലാം അറിയാമെന്ന് നിന്നെ വെളിവിടാനും എനിക്ക് നിവൃത്തിയില്ല. താലി കെട്ടിയ ഈ കൈകൊണ്ട് കഴുത്തു ഞെരുക്കാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണം മാത്രമാണ്. ഏത് വഴി വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. ദാ കണ്ടോ, ആ നോബൊന്ന് തിരിച്ചിട്ട് തീപ്പെട്ടി ഉറച്ചാ മതി. അല്ലെങ്കിൽ ഇതാ മുകളിൽ ഫാനുണ്ട്. ബെഡ്ഷീറ്റിന് നല്ല ഉറപ്പാ. പൊട്ടി താഴെ വീഴുന്ന പേടിക്കണ്ട. അതുമല്ലെങ്കിൽ കണ്ടില്ലേ, നല്ല മൂർച്ചയുള്ള കത്തി. യെസ്, മരണം തിരഞ്ഞെടുക്കാൻ നിനക്ക് ഇഷ്ടമുള്ള മാർഗം വേണമെങ്കിൽ പറഞ്ഞു. എന്റെ സിന്ധുമോൾക്ക് വേണ്ടി അനിയേട്ടൻ അതും ഒരുക്കി തരാം. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിർബന്ധമാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് നടന്നിരിക്കും. സിന്ധു, സിന്ധു, അയ്യോ, സിന്ധു, 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 സിന്ധു. എത്തിക്കാൻ ഒരുപാട് വൈകിപ്പോയി. എങ്കിലും ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നുപോയി. അതുകൊണ്ട് സിന്ധുവിന്റെ ജീവിതം ഇനി കിടക്കയിൽ തന്നെയാവും. അനങ്ങാനോ മിണ്ടാനോ കഴിയാതെ കോമ സ്റ്റേജിൽ. യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്. അതുകൊണ്ട് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും ഒരു മിറക്കിളിനോട് പ്രാർത്ഥിക്കാനല്ലാതെ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല.